വിശ്വാസത്തെക്കുറിച്ച് പഠിച്ചു വിശ്വാസത്തിൽ നിന്നും പോകുന്ന ഒരു വ്യക്തി ആയതുകൊണ്ട് ഇന്നത്തെ കാലം അല്പമായി വിശ്വാസത്തെക്കുറിച്ച് പറയുവാൻ തക്കണം ഞാൻ താല്പര്യപ്പെടുന്നു. എബ്രായർക്ക് എഴുതിയ ലേഖനം 12-ാം അധ്യായം അതിൻ്റെ 2 വാക്യമായി ചില വാക്യങ്ങൾ മാത്രം നിങ്ങളുടെ മുമ്പിൽ വെച്ചുകൊണ്ട് ഞാൻ ഇരിക്കാൻ താല്പര്യപ്പെടുന്നു. വിശ്വാസത്തിന്റെ നായകനും പൂർത്തിവരുത്തനുമായ യേശുവിനെ നോക്കുക. തന്റെ മുമ്പിൽ വച്ചിരിക്കുന്ന സന്തോഷം ഓർത്ത് അവൻ അപമാനം അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിക്കുകയും ദൈവസിംഹാസനത്തിന്റെ വലതുഭാഗത്ത് ഇരിക്കുകയും ചെയ്തു. ഇത് വായിക്കുമ്പോൾ തന്നെ എൻ്റെ മനസ്സിൽ പ്രകാരം ചിന്ത കടന്നുപോയത് കഴിഞ്ഞ ദിവസം നമ്മുടെ UIP-യുടെ എന്നെ വിളിച്ചിട്ട് പാസ്റ്റർ പറഞ്ഞ് പ്രസംഗിക്കണം എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ മനസ്സിൽ പെട്ടെന്ന് എങ്ങനെയാണ് ഈ വിഷയമാണ് കടന്നു വന്നത്. ക്രൂശിൽ മരിച്ചയായ കർത്താവ് വിശ്വാസത്തെക്കുറിച്ച് നമ്മൾക്ക് മുമ്പേ കാണിച്ചു തന്നിരിക്കുന്ന ഒരു വചനം എൻ്റെ ഹൃദയത്തിൽ പെട്ടെന്ന് കടന്നു വന്നു. ഹല്ലേലൂയ. അതിൻ്റെ രണ്ടാമത്തെ വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നതിനുമായ യേശുവിനെ നോക്കുക. നിങ്ങൾ തന്റെ മുമ്പിൽ വെച്ചിരുന്ന സന്തോഷം ഓർത്ത് അവൻ അപമാനം അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിക്കുകയും ദൈവസിംഹാസന്റെ വലത്തുഭാഗത്തിരിക്കുകയും ചെയ്തു. അപമാനം ഓർത്ത് ക്രൂശിനെ സഹിക്കുക. നമ്മുടെ ജീവിതത്തിൽ വരുന്ന കഷ്ടപ്പാട് മറ്റുള്ളവർ അറിയുന്നു. നമ്മൾ ഇന്നത്തെ ദിവസം തന്നെ നമ്മുടെ മധ്യേ നമ്മുടെ സഹോദരൻ ഒരു അപമാനം എന്ന് ചിന്തിക്കാം. അപമാനമല്ല, അപമാനം സഹിക്കുന്ന സഭയെ അറിഞ്ഞോ എൻ്റെ മനസ്സിൽ പെട്ടെന്ന് ആ വിഷയം കയറി വന്നു. അതുപോലെ അപമാനം സഹിക്കുന്നുവെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നമുക്കൊരു മറ്റൊരു സ്ഥലത്ത് ഒരു സന്തോഷം ഉണ്ട്. അതാണ് കർത്താവ്. കർത്താവ് മുന്നമേ അറിഞ്ഞു ഞാൻ ഈ ക്രൂശിനെ സഹിക്കുന്നു എങ്കിൽ മറ്റൊരിടത്തിൽ ഒരു സിംഹാസനത്തിന്റെ പദവി ആ ഒരു ചിന്തയാണ് കർത്താവ് നമുക്ക് കാണിച്ചു വന്നിരിക്കുന്നത്. അപ്പൊ ഈ വിശ്വാസത്തിൽ നമ്മൾ കടന്നു വരുമ്പോൾ എപ്രകാരം നമ്മൾ വിശ്വാസത്തിൽ ആയിരിക്കണം. നമ്മൾ വിശ്വാസത്തെ കുറിച്ച് പറയുമ്പോൾ വിശ്വാസം എന്നതോ ആശിക്കുന്നതിന്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയോ ആക്കുന്നു. അപ്പൊ എങ്ങനെയാണ് ഈ വിശ്വാസം നമുക്ക് വർദ്ധിച്ചു വരേണ്ടത്? കാണാത്ത കാര്യത്തിന്റെ പൂർണ്ണ നിശ്ചയം. അപ്പൊ വിശ്വാസം പലതരത്തിലാണ്. എനിക്കൊരു വിശ്വാസം, നമ്മുടെ കൂടിയിരിക്കുന്ന ഓരോരുത്തർക്കും ഓരോ വിശ്വാസമുണ്ട്. എന്നാൽ കർത്താവ് കാണിച്ചിരിക്കുന്ന ഏക വിശ്വാസമാണ്. നമുക്കുള്ള പ്രത്യാശയും നമ്മൾ കർത്താവിന്റെ സന്നിധിയിലാണ്. ഞാൻ ഈ തരണത്തിൽ ചിലപ്പോൾ പറഞ്ഞു പോകുമ്പോൾ കുറച്ചുകൂടെ സ്പീഡായി പോകുക എന്നുള്ളതാണ് എൻ്റെ ജീവിതത്തിൽ. ആരാധിക്കുമ്പോഴും അങ്ങനെ എല്ലാവർക്കും മുമ്പ് പോകുന്നതല്ല, അങ്ങനെ ഒരു സ്പീഡ് പോലെ ആയി പോകും. അപ്പം ചിലപ്പോൾ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവുമോ എന്നുള്ളത് എനിക്ക് മനസ്സിലാകും. എന്നാൽ എന്നെ ഉദ്ധരിച്ച ഒരു കാര്യം, കർത്താവ് ക്രൂശിക്കപ്പെടുമ്പോൾ തന്നെ കർത്താവിന്റെ മനസ്സിൽ കല്ലിൽ ഒരു ചിന്തയുണ്ടായിരുന്നു, എനിക്ക് വെച്ചിരിക്കുന്ന ഒരു സിംഹാസനം. നമ്മൾ ഇവിടെ ആയിരിക്കുമ്പോൾ തന്നെ നമ്മൾ വിശ്വാസത്തിലാണ് വന്നിരിക്കുന്നത്. നമ്മൾക്ക് എന്താണ് നൽകേണ്ടത്, അല്ലെങ്കിൽ നമുക്ക് എന്താണ് പ്രാപിച്ചെടുക്കേണ്ടത് എന്നുള്ള ആ ഒരു ദൃഢനിശ്ചയത്തോടെ നമ്മൾ വിശ്വാസത്തിന്റെ സന്നിധിയിൽ നമ്മൾ ഇന്നത്തെ തൽക്കാലം നമ്മൾ ദൈവസഭയിലായിരിക്കുന്നു. നമ്മുടെ വിശ്വാസം വർദ്ധിച്ചു വരെയാണ്. എപ്രകാരം വിശ്വസിക്കണം, വിശ്വാസം എപ്രകാരമായിരിക്കണം, ഒരു വിശ്വാസി എപ്രകാരമായിരിക്കണം എന്നുള്ള പൂർണ്ണമായ ദൈവിക പഠനത്തിൽ കൂടെ നമ്മൾ വായിക്കുകയും പഠിക്കുകയും നമ്മളോട് പ്രബോധനം അല്ലെങ്കിൽ നമുക്കോട് അരുളി ചെയ്യുന്ന ദൈവദാസന്മാരിൽ കൂടെ ഉള്ള വിശ്വാസത്തെക്കുറിച്ച് നമ്മൾ കേട്ടിരിക്കുന്നു. കഴിഞ്ഞ കാലങ്ങളിൽ എനിക്ക് ഒരു 10-60 വയസ്സായി. അന്ന് തൊട്ടേ കേൾക്കുന്ന ഒരു വിശ്വാസമുണ്ട്. അത് എപ്രകാരം എന്നിൽ പരിവർത്തിച്ചിരിക്കുന്നു എന്ന് എനിക്ക് മാത്രമേ അറിയാവൂ. ഒരുപക്ഷെ നമ്മൾ കേൾക്കുമ്പോൾ വിശ്വാസം നമ്മൾ മറ്റുള്ളവർ കാണണമെങ്കിൽ എൻ്റെ പ്രവർത്തനത്തിൽ കൂടെ ആയിരിക്കും. എൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഞാൻ ഈ പെട്ടെന്ന് അങ്ങനെ അങ്ങോട്ട് ഒരു ആ ഒരു രീതിയിലാണ്. പെട്ടെന്ന് ആരോടും പെട്ടെന്ന് വലിച്ചു കയറി മിണ്ടുന്ന, അങ്ങനെ പറയാം, വലിച്ചു കയറി മിണ്ടുന്ന ഒരു സ്വഭാവം പണ്ടേ ഇല്ല. അപ്പോൾ മറ്റുള്ളവർ ചിലപ്പോൾ എന്നെക്കുറിച്ച് ചിന്തിക്കും, അയാൾ വലിയ ആളായിരിക്കും, അയാൾ എന്തോ ഭയങ്കര വെയിറ്റ് ഇട്ട് നടക്കണം. അങ്ങനെയല്ല. എൻ്റെ ഒരു ജീവിതത്തിൻ്റെ ഒരു പക്ഷേ ഞാനത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് കൂടെ പറയുന്നതേ ഉള്ളൂ. അപ്പോൾ എന്താണ് ഈ ഇന്നത്തെ ദിവസത്തിൽ ദൈവം നമുക്ക് തന്നിരിക്കുന്ന വിശ്വാസത്തെക്കുറിച്ച് ഞാൻ വിശ്വാസത്തെ ഈ കർത്താവിനെയാണ് നമുക്ക് മുമ്പേ ഈ ലോകത്തെ നൽകി തന്ന കർത്താവിനെയാണ് നമ്മൾ ആരാധിക്കുവാൻ, വിശ്വാസത്താൽ ആരാധിക്കുവാൻ നമ്മൾ തന്നിരിക്കുന്നത്. ഈ ദൈവത്തെ ആരാധിച്ച് ബോധ്യപ്പെടുത്തി ദൈവം വെച്ചിരിക്കുന്ന ആ പ്രത്യാശയിലേക്ക് എത്തപ്പെടുവാൻ നിങ്ങളെ ഏവരെയും ആഹ്വാനം ചെയ്തുകൊണ്ട് ഈ സന്ദർഭത്തിൽ ഞാനിരിക്കുന്നു. വലിയ കർത്താവ് നമ്മളെ ധാരാളമായി അനുഗ്രഹിക്കുമാറാണ്.
തളിരണിയും കാലമുണ്ടതോർക്കണം. കവിളിലൂടൊഴുകുന്ന കണ്ണീരിനപ്പുറം പുഞ്ചിരിയുണ്ടെന്നതും ഓർക്കണം. പുഞ്ചിരിയുണ്ടെന്നതും ഓർക്കണം. പ്രത്യാശയോടെ നീ ദൈവത്തെ നോക്കിയാൽ ഉത്തരം നൽകുമെന്നറിഞ്ഞിടേണം. അവൻ ഉത്തരം നൽകുമെന്നറിഞ്ഞിടേണം. ഇലപൊഴിയും കാലങ്ങൾക്കപ്പുറം തളിരണിയും കാലമുണ്ടതോർക്കണം. കവിളിലൂടൊഴുകുന്ന കണ്ണീരിനപ്പുറം പുഞ്ചിരിയുണ്ടെന്നതും ഓർക്കണം. ഇരുളാർന്ന രാവുകൾക്കുമപ്പുറം പുലരിതൻ ശോഭയുണ്ടതോർക്കണം. കലിതുള്ളും തിരമാലയ്ക്കപ്പുറം ശാന്തി നൽകുമേശുണ്ടതോർക്കണം. വിശ്വാസത്തോടെ നീ ദൈവത്തെ നോക്കിയാൽ ഉത്തരം നൽകുമെന്നറിഞ്ഞിടേണം. അവൻ ഉത്തരം നൽകുമെന്നറിഞ്ഞിടേണം. ഇലപൊഴിയും കാലങ്ങൾക്കപ്പുറം തളിരണിയും കാലമുണ്ടതോർക്കണം. കവിളിലൂടൊഴുകുന്ന കണ്ണീരിനപ്പുറം പുഞ്ചിരിയുണ്ടെന്നതും ഓർക്കണം. കൈപ്പാർന്ന വേദനകൾക്കപ്പുറം മധുരത്തിൻ സൗഖ്യമുണ്ടതോർക്കണം. മാനത്തെ കാർമേഘമപ്പുറം സൂര്യപ്രഭയുണ്ടെന്നതും ഓർക്കണം. വിശ്വാസത്തോടെ നീ ദൈവത്തെ നോക്കിയാൽ ഉത്തരം നൽകുമെന്നറിഞ്ഞിടേണം. അവൻ ഉത്തരം നൽകുമെന്നറിഞ്ഞിടേണം. ഇലകൊഴിയും കാലങ്ങൾക്കപ്പുറം തളിരണിയും കാലമുണ്ടതോർക്കണം. കവിളിലൂടൊഴുകുന്ന കണ്ണീരിനപ്പുറം പുഞ്ചിരിയുണ്ടെന്നതും ഓർക്കണം. പുഞ്ചിരിയുണ്ടെന്നതും ഓർക്കണം. എല്ലാ പ്രശംസയ്ക്കും യോഗ്യൻ നീയേ. പാടുന്നു ഞാൻ അങ്ങേയ്ക്കാരാധന. യേശുവിൻ നാമത്തിനാരാധന. രാജാധിരാജാവിനാരാധന. എല്ലാ പ്രശംസയ്ക്കും യോഗ്യൻ നീയേ. പാടുന്നു ഞാൻ അങ്ങേയ്ക്കാരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. हो तेरी स्तुति और आराधना करता हूँ मैं तुझसे प्रार्थना. महिमा से तेरी तू इस जगह को भर. जो भी तू चाहे तू यहाँ पर कर. हो तेरी स्तुति और आराधना करता हूँ मैं तुझसे प्रार्थना. महिमा से तेरी तू इस जगह को भर. जो भी तू चाहे तू यहाँ पर कर. हालेलुया 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 हालेलुया
आता है, दल बनकर मेरी मुझे बचाता है। जब मैं पुकारूं तू दौड़ आता है, जब मैं गिरूं मुझे उठाता है, करुणा से तेरी नए दिन दिखाता है, दल बनकर मेरी मुझे बचाता है। जब मैं पुकारूं तू दौड़ आता है, जब मैं गिरूं मुझे उठाता है। हालेलुया, 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 നന്മയും തിന്മയും. ഒരിക്കൽ നന്മയും തിന്മയും തമ്മിൽ കണ്ടുമുട്ടി. തിന്മയുടെ കറുത്ത ശരീരത്തിൽ വെളുത്ത രണ്ട് ചിറകുകളും കണ്ട് ആശ്ചര്യത്തോടെ നന്മ ചോദിച്ചു, ഈ രണ്ടു വെളുത്ത ചിറകുകൾ എന്താണ്? തിന്മ പറഞ്ഞു, ഈ ചിറകുകൾ ഒന്ന് സമ്പത്തും മറ്റൊന്ന് അധികാരവുമാണ്. ഈ രണ്ട് ചിന്തകളും വേഗത്തിൽ വീശി ഞാൻ കടന്നു പോകുമ്പോൾ എന്നെ കാണുന്നവരെല്ലാം ഞാൻ മുഴുവനും വെളുത്തതാണെന്ന് തോന്നും. അങ്ങനെ നിന്റെ വശത്തുള്ള കുറെ പേരെ എൻ്റെ വശത്തേക്ക് കൊണ്ടുവരുവാൻ എനിക്ക് കഴിയും. ഗുണപാഠം: സമ്പത്തും സമാധാനങ്ങളും പിന്നാലെ പലപ്പോഴും തിന്മയെ നന്മയാണെന്ന് കരുതാറുണ്ട്. ആകയാൽ നമുക്ക് ലഭിക്കുന്ന സമ്പത്തും സമാധാനങ്ങളും ശരിയായ മാറ്റങ്ങളിലൂടെ ആണോ നന്മയിലേക്ക് എത്തിച്ചേരുന്നതെന്നും നാം സ്വയം ഉറപ്പുവരുത്തേണ്ടതാണ്. പ്രസവിച്ച രക്ഷകനാം മനുജനും ദൈവവും ഏകമായി തീർന്നോരാ മാനവരക്ഷകൻ ഭൂജാതനായി. മനുജനും ദൈവവും ഏകമായി തീർന്നോരാ മാനവരക്ഷകൻ ഭൂജാതനായി. തൊട്ടിലായി തീർന്നോരാ കാലിത്തൊഴുത്തിൽ അമ്മതൻ ചാരത്തണഞ്ഞ പൊൻപൈതലേ, ഒരു നോക്കു കാണുവാൻ പണ്ഡിതർ ശാസ്ത്രിമാർ ഒരുമിച്ചു വന്നു രഹസ്യമായി. ഒരു നോക്കു കാണുവാൻ പണ്ഡിതർ ശാസ്ത്രിമാർ ഒരുമിച്ചു വന്നു രഹസ്യമായി. 1000 പൂർണ്ണചന്ദ്രന്മാരുദിച്ചപ്പോൾ താരക വൃന്ദങ്ങൾ ഒരുമിച്ചു വന്നപ്പോൾ താമരയേക്കാൾ ശോഭിതമായൊരു മോഹന രൂപമായി വന്നു ദേവൻ. മർത്യന്റെ രക്ഷയെ തുച്ഛീകരിക്കാതെ മനുജന്റെ ഹൃദയം കവർന്നെടുക്കാൻ. മർത്യന്റെ രക്ഷയെ തുച്ഛീകരിക്കാതെ മനുജന്റെ ഹൃദയം കവർന്നെടുക്കാൻ മാനവരാശിയെ സ്നേഹമാം ധാരയിൽ കുളിരേകുവാൻ വന്നു സ്നേഹസാന്ദ്രം. മാനവരാശിയെ സ്നേഹമാം ധാരയിൽ കുളിരേകുവാൻ വന്നു സ്നേഹസാന്ദ്രം. പൈതൽ വളർന്നു പരദേശമായി പാപകർമ്മങ്ങളെ പാടെ തുരത്തുവാൻ, പാപബോധത്തെ ഉളവാക്കുവാൻ, മനുജന്റെ കണ്ണുനീരൊപ്പിയെടുക്കുവാൻ ഈ ലോകരക്ഷകൻ ഭൂജാതനായി. മനുജന്റെ കണ്ണുനീരൊപ്പിയെടുക്കുവാൻ ഈ ലോകരക്ഷകൻ ഭൂജാതനായി. ആബാലവൃത്തം ജനങ്ങൾക്കുമായി
തൻ പിതാവിൻ മഹത്വത്തിലേക്കെത്തുവാൻ, തൻ ജനത്തിൻ രക്ഷ നേടിക്കൊടുക്കുവാൻ അരുമയാം നാഥൻ ഉയർത്തു വന്നു.